ഇനി നമുക്കുള്ളത് നമ്മളിപ്പം കുറേ ഇതിൻ്റെ ടി വെച്ച് വരുമ്പോഴത്തേക്കുള്ള ഡെറിവേറ്റീവിൻ്റെ ഫോർമുല വെച്ചിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. ഇനി നേരെ തിരിച്ച് ഇത് തന്നാൽ അതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കാണാം എന്നുള്ള ടൈപ്പ് പ്രോബ്ലംസ് ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് (1 divided by s square plus omega square the whole square). അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് 1 divided by s square plus omega square the whole square. അപ്പം നമുക്കറിയാം t s square plus omega square എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ t cos 80ക്ക് ഒരു s square plus a square the whole square ഉണ്ട്. t sin omega tക്ക് s square plus, അതായത് ടി സൈനോ ടി കോസോ വരുമ്പോഴാണ് ഈ ഡിനോമിനേറ്ററിൽ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ ഫോമിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ആ ഒരു ഫോമിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് ടി കോസ് 80 ആണെങ്കിൽ അത് എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയറും ടി സൈൻ ഒമേഗ ടി ആണെങ്കിൽ അത് ടി ഒമേഗ എസും ആവും. അപ്പോൾ നമ്മൾ ഇത് ഡിനോമിനേറ്റർ ഇങ്ങനെ വരുമ്പം ഈ ഡിനോമിനേറ്റർ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അത് ടി സൈൻ ഒമേഗ ടി ആയിരിക്കും, അല്ലെങ്കിൽ അത് ടി കോസ് ഒമേഗ ടി ആയിരിക്കും. അപ്പോൾ ആ ഒരു ഫോമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇതിനെ ഒന്ന് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ, അപ്പം ന്യൂമറേറ്ററിൽ ഒന്നെങ്കിൽ നമുക്ക് വേണ്ടത് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ അല്ലെങ്കിൽ 2as. അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാണ്. എ സ്ക്വയർ അല്ല ഒമേഗ സ്ക്വയർ, എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ നമ്മൾ ന്യൂമറേറ്റർ എടുക്കുവാണെങ്കിൽ എസ് സ്ക്വയറും പോകും, 2 ഒമേഗ സ്ക്വയർ വരും. അപ്പോൾ നമുക്ക് ആ 2 ഒമേഗ സ്ക്വയർ ഡിനോമിനേറ്റർ എടുക്കണം. അതായത് ന്യൂമറേറ്ററിൽ നമ്മളിപ്പോൾ 1 വരുന്നതിന് പകരം നമ്മൾ അതിനെ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് ഓഫ് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എടുത്തു. അപ്പം എസ് സ്ക്വയറും പോയി, ഒമേഗ സ്ക്വയറും പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ഒമേഗ സ്ക്വയർ ന്യൂമറേറ്റർ വരും. അപ്പോൾ അത് കളയാൻ വേണ്ടി 2 ഒമേഗ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ചെയ്താലോ ഇത് രണ്ടും സെയിം അല്ലേന്ന് നോക്കിയേ. കാരണം ഇവിടെ ന്യൂമറേറ്റർ 2 ഒമേഗ സ്ക്വയർ വരും. ആ 2 ഒമേഗ സ്ക്വയർ പോയി കഴിയുമ്പോൾ അത് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ തന്നെ നമുക്ക് കിട്ടും. സോ അതാണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പം ദിസ് ഈസ് സെയിം ആസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ, ഇതിനെ ഓരോ ടേം ബൈ ടേം ആയിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ 1/2 ഒമേഗ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ബൈ ദിസ് എന്ന് പറയുമ്പോൾ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അടുത്ത ടേം മൈനസ് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ വരും. ഇങ്ങനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. അതായത് ചെയ്ത പ്രോസസ് ഒന്നും കൂടെ പറയാം. 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആയിരുന്നു. അതിനെ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. കാരണം നമുക്ക് ഡിനോമിനേറ്ററിൽ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അത് ടി കോസ് 80 അല്ലെങ്കിൽ ടി സൈൻ 80 ഫോർമുല വരേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ന്യൂമറേറ്റർ ഒന്നെങ്കിൽ 2 ഒമേഗ എസ് വരണം, അല്ലെങ്കിൽ എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ വരണം. അതിന് വേണ്ടി നമ്മളിവിടെ എസ് സ്ക്വയർ പ്ലസ് 2 കൊണ്ടിരുന്നതിൽ എളുപ്പം നമുക്ക് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറും എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയറും എടുക്കുവാണെങ്കിൽ അത് 2 ഒമേഗ സ്ക്വയർ വരും ന്യൂമറേറ്ററിൽ. അത് വെച്ച് നമ്മൾ ഡിവൈഡിങ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം കിട്ടും. അപ്പം 1/2 ഒമേഗ സ്ക്വയർ പുറത്തെടുത്ത് ഇത് ബൈ ഇതെന്ന് പറയുമ്പം എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഒന്ന് പോകും. അപ്പം 1 ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് ദിസ് ബൈ ദിസ്. അപ്പോൾ ഇതിങ്ങനെ കിട്ടി. therefore ഇതിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് 1 by s square plus omega square the whole square is equal to L inverse of 1 by 2 omega square into 1 by s square plus omega square minus s square minus omega square divided by s square plus omega square the whole square. അത് ഈ 1 by 2 omega square കോമൺ ആണ്. അത് നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 1 by 2 omega square into ഇവിടെ L inverse of 1 divided by s square plus omega square
minus L inverse of S square minus omega square divided by S square plus omega square the whole square എന്ന് വരും. ഇതാണ് വന്നേക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് 1/2 omega square into 1/s square plus omega square. അപ്പോൾ ഒരു ഒമേഗയും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കവിടെ നമ്മളൊരു ഒമേഗ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്കതിനെ ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ, അപ്പോൾ അത് സൈൻ്റെ ഫോമിൽ വരും അല്ലേ. എൽ ഇൻവേഴ്സ് ഓഫ് ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആയിരുന്നെങ്കിൽ അത് സൈൻ ഒമേഗ ടിയുടെ ഫോമിൽ. അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഒമേഗ വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യും. മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. 1/2 ഒമേഗ സ്ക്വയർ ഇൻറ്റു 1/ഒമേഗ, ഇതെന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി, മൈനസ് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ. അതെന്തിന്റെ ഫോർമുലയാണ്? നമ്മളിവിടെ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അത് ടി കോസ് ഒമേഗ ടിയുടെ ഫോർമുല. അത് മൈനസ് ടി കോസ് ഒമേഗ ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. So this is equal to 1/2 t cos omega t യുടെ ഫോർമുല നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് t cos omega t, t cos h omega t, t sin h omega t, t sin omega t. ഈ 4 ഫോർമുലയും കൃത്യം ഓർത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇൻവേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഫോർമുല കാണാതെ പഠിക്കണം. ഇവിടെ എൽ സി എടുക്കുവാണെങ്കിൽ സൈൻ ഒമേഗ ടി മൈനസ് ഒമേഗ ടി കോസ് ഒമേഗ ടി എന്ന് വരും. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/2 ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് ഒമേഗ ടി കോസ് ഒമേഗ ടി എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് s cube divided by s square plus a square the whole square. ഇവിടെ നമുക്കൊരു അറേഞ്ച്മെന്റ് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പം എസ് ക്യൂബ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പം നമുക്ക് 2as ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ അത് ടി സൈൻ ഒമേഗ ടിയുടെ ഫോർമുലയാണ്. എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ആണെങ്കിൽ അത് കോസ് എ ടിയുടെ ഫോർമുലയാണ്. ഇവിടെ എയോ ഒമേഗ എന്ത് വന്നാലും ഒരുപോലെയാണ്, നമുക്ക് അതനുസരിച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്ക് എസ് ക്യൂബ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയറിനെ നമ്മളൊരു എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. കാരണം എസ് ആണെങ്കിൽ നമുക്ക് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമിൽ കൊണ്ടുവരാം. സോ ദിസ് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു, ഇനി നമുക്കൊരു എ സ്ക്വയർ ആഡ് ചെയ്യുകയും മൈനസ് ചെയ്യുകയും ചെയ്യും. ആദ്യം മൈനസ് ചെയ്യാം. എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ചെയ്യാം എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈ എക്സ് സ്ക്വയറിന്റെ അകത്ത് നമ്മൾ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ, അപ്പോൾ അത് എസ് സ്ക്വയർ തന്നെയാണ് വരുന്നത്. ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ വരും. അതായത് ആദ്യം എസ് ക്യൂബിനെ നമ്മൾ എസ് ഇൻറ്റു എസ് സ്ക്വയർ വരും. എന്നിട്ട് ആ എസ് സ്ക്വയറിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയറിന് സ്പ്ലിറ്റ് ചെയ്യുക. സോ ദിസ് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു ഇത്രയും ടേം നമുക്ക് ഒരുമിച്ചാക്കാം. എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എസ് ഡിവൈഡ് ബൈ, ഇവിടെ എസ് പുറത്തുണ്ട്, മൈനസ് എ സ്ക്വയർ എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ വരിക. സോ ദിസ് ഈസ് ഈക്വൽ ടു ഒരു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് കോസ് 80യുടെ ഫോർമുലയാണ്. മൈനസ് ഇവിടെ മൈനസ് എ സ്ക്വയർ എസ്, നമുക്ക് ആ എ സ്ക്വയർ പുറത്ത് എടുക്കുവാണെങ്കിൽ അത് ഇൻവേഴ്സ് എടുക്കുമ്പോൾ എടുത്താൽ മതിയല്ലോ. മൈനസ് എ സ്ക്വയർ എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് എടുക്കാം. എൽ ഇൻവേഴ്സ് ഓഫ് എസ് ക്യൂബ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ the whole square is equal to L inverse of S divided by
s square plus a square minus a square s divided by s square plus a square the whole square. This is equal to L inverse of s by s square plus a square എന്ന് പറയുന്ന cos 80യുടെ ഫോർമുല. This is equal to cos 80. ഒരു സ്റ്റെപ്പ് എഴുതാൻ വിട്ടുപോയതാണ്. This is equal to L inverse of s by s square plus a square minus a square into L inverse of s by s square plus a square the whole square. ഇങ്ങനെയാണ് വരുന്നത്. അതിൽ L inverse of s by s square plus a square എന്ന് പറയുന്നത് cos 80യുടെ ഫോർമുലയാണ്. മൈനസ് a square into ഇനി നമുക്കിവിടെ വരുന്നത് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. നമുക്കിവിടെ ഒരു 2aയും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള എയെ അകത്തോട്ട് ഒരു എ അകത്ത് എ സ്ക്വയർ ആണുള്ളത്, ഒരു എ അകത്തോട്ട് കയറ്റാം. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് 2as, അപ്പോൾ ഒരു ബൈ 2ഉം കൂടെ വരും. നമ്മൾ 2a വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എ സ്ക്വയർ ബൈ 2a ആണ് വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ എ ഉള്ളത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ലെന്നുള്ളതേ ഉള്ളൂ. ഈ എ സ്പ്ലിറ്റ് ചെയ്ത് as ആക്കി എന്നിട്ട് ഒരു 2 കൊണ്ടുവരാൻ വേണ്ടി ബൈ 2 ചെയ്തു. 2as ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു cos 80 മൈനസ് എ ബൈ 2. 2as ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടി സൈൻ 80യുടെ ഫോർമുല. അപ്പോൾ നമുക്കത് ടി സൈൻ 80. സോ ദിസ് ഈസ് ഈക്വൽ ടു എൽസി എടുത്താൽ 2 cos 80 മൈനസ് 80 സൈൻ 80 ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇൻവേഴ്സ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. ഫൈൻഡ് ദി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് s divided by s square plus a square the whole square. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ 2as ആയിരുന്നുവെങ്കിൽ അത് നമ്മളിപ്പോൾ യൂസ് ചെയ്ത അതേ ഫോർമുലയാണ് 2as ബൈ എസ് സ്ക്വയർ. അത് ടി സൈൻ 80യുടെ ഫോർമുല. അപ്പോൾ നമ്മൾ ആ ഫോർമുല ആദ്യം എഴുതിയാൽ മതി. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സൈൻ 80 ഈസ് ഈക്വൽ ടു 2as ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. Therefore, L inverse of s by s square plus a square the whole square is equal to നമുക്കൊരു 2a കൊണ്ടുവരുമ്പോൾ 1 by 2a into L inverse of 2as divided by s square plus a square the whole square equal to 1 by 2a into L inverse of 2as by s square plus a square the whole square ആണ്. അത് t sin 80. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയറിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 by 2a into ടി സൈൻ